ഹായ് ഹലോ. അപ്പോൾ എന്താ നമുക്ക് ഈ വൻപയർ ഉപയോഗിച്ചിട്ട് നല്ലൊരു കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിലേക്ക് 2 സവാള, ഒരു മുരിങ്ങക്കായ, ഒന്നോ രണ്ടോ മുരിങ്ങക്കായ, അതിനുശേഷം കുറച്ച് വെളുത്തുള്ളി, 2-3 തക്കാളി, കുറച്ച് പുളി, ഒരു ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഇതാണ് വേണ്ടുന്നത്. ഞാൻ ആ പയർ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്, ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കടുക് വറുക്കണം. കടുക് ഞാൻ ഇട്ടിട്ടില്ല, അതിന് പകരം ഉലുവ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉലുവ നന്നായിട്ട് ഒരു റെഡ് കളറായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും വെളുത്തുള്ളിയും തക്കാളിയും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങും നമ്മുടെ മുരിങ്ങക്കായും നന്നായിട്ട് വേവേണ്ട ആവശ്യമുണ്ട്. അപ്പം അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്തു. ഇനി ഇൻ കേസ് പെട്ടെന്ന് നമുക്ക് ഒരു കറി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കുക്കറിലിട്ട് ഒറ്റ ഒരു വിസിലടിച്ചാൽ മതി. അതിനുശേഷം തിരിച്ച് ഇതേപോലെ ഒരു പാത്രത്തിലേക്കിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, നമുക്കറിയാമല്ലോ ഒരു നോർമൽ കണക്കനുസരിച്ചിട്ട് കാശ്മീരി മുളക് പൊടി, പിന്നെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ മുളക് പൊടി ചേർക്കാം, മല്ലിപ്പൊടി. അപ്പോൾ ഇത് മൂന്നും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം പോകുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് തിളച്ച് ആ മുരിങ്ങക്കായെല്ലാം നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ പയർ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ പയർ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരുപാട് കിടന്ന് വേവേണ്ട ആവശ്യമില്ല. കുറച്ച് കുറുകി വരുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാൻ പറ്റും. ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആ പുളിവെള്ളം ഉണ്ടല്ലോ, കുറച്ച് പുളിവെള്ളം, നിറയെ വെള്ളം വേണ്ട, കുറച്ച് പുളിവെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ചിരിക്കുക. അപ്പോൾ ഇതേപോലെ കുട്ടി വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.